هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم يصهر به ما في جبل الرحمن. കൊളാപടിച്ച ഞാൻ കാണാനില്ലേ? നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലമാണ് അറഫ മൈതാനം. അറഫയിലെ അറഫ മല എന്ന് പറയുന്ന മലയിനാണ് ജബലുർ റഹ്മ. അറഫയിലെ ഒരു മല എന്താണ്? മദീനത്ത് പോയാൽ ഇതേ ഹൈറ്റിലുള്ള ഒരു കുന്ന് കാണും, ജബൽ റുമാത്ത് എന്നാണ് പറയുന്നത്, ജബൽ റുമാത്ത്. എന്നാൽ അറഫ മലയാണ് കാണുന്നത് ജബലുർ റഹ്മ. കാരുണ്യത്തിന്റെ എന്താ കാരുണ്യം? മഹാനായ സയ്യിദുന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം സ്വർഗലോകത്ത് മധുക്ഷീര സാഗരങ്ങളുള്ള പട്ടുമെത്തകളുള്ള സ്വർഗീയ ആരാമത്തിൽ ആദം നബി അലൈഹിസ്സലാം വളരെ സുന്ദരമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് അല്ലാഹു തആലയുടെ തീരുമാനപ്രകാരം ഭൂമി ലോകത്തേക്ക് വരുന്നത്. ആരൊക്കെ? ആദം നബി അലൈഹിസ്സലാം. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം ഇവിടെ വന്ന് അവരെ പിന്നെന്തായി കുറെ കാലം ഒന്നിച്ച് ജീവിച്ച് പിന്നെ കാണാൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിലെ സിലോണിലെ ആദം മല എന്ന് പറയുന്ന ഒരു മല ഇന്നുണ്ട്. അവിടെ വന്നിറങ്ങി ബഹുമാനപ്പെട്ട മഹദി ഹവ്വാ റളിയല്ലാഹു അൻഹ ജിദ്ദയിൽ, ജിദ്ദ എന്ന ജദ്ദാര ഗ്രാൻഡ് മദർ, നമ്മുടെ ഗ്രാൻഡ് മദർ ആരാ? വല്യമാരാ ആരാ? ഹവ്വാ റളിയല്ലാഹു അൻഹ, സയ്യിദത്തുന ഹവ്വാ റളിയല്ലാഹു അൻഹ. ഹവ്വാ റളിയല്ലാഹു അൻഹ ജിദ്ദയിൽ പരസ്പരം അങ്ങനെ കാണാതെ 350 കൊല്ലം കഴിഞ്ഞു. പിന്നീട് രണ്ടുപേര് സംഗമിച്ച ഭൂമിക്ക് പറയുന്ന പേരാണ് അറഫ. അറഫ എന്താ? കാണാതെ ആയപ്പോൾ രണ്ട് ദമ്പതിമാരെ കണ്ടുമുട്ടുന്നത് വർഷങ്ങൾക്ക് ശേഷം ഈ മൈതാനത്ത് വെച്ച് അറഫയിൽ. അറഫ എന്ന് പറഞ്ഞാല് അൽ ഹജ്ജു അറഫ ഖാല റസൂലുള്ളാഹ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? അറഫയാണ്. അറഫയിൽ നിൽക്കാതെ കിട്ടൂല ഹജ്ജ്. ഇവിടേക്കാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ലക്ഷത്തോളം വരുന്ന സഹാബത്തിനെയുമായി ഹിജ്റ 10-ാം വർഷം പരിശുദ്ധ മദീനയിൽ നിന്ന് ഇഹ്റാം ചെയ്തെത്തിയത്. ഇവിടെയാണ് റസൂലുള്ളാഹിന്റെ ഹജ്ജത്തുൽ വദാ. ഇവിടെ ഈ കാണുന്ന ജബലുർ റഹ്മയുടെ താഴ്ഭാഗത്തുള്ള വലിയ പാറയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി ഖത്തബ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ നടത്തി. എന്താ ഖുതുബ? അതിന്റെ ഉള്ളടക്കം എന്താ? അറഫ മൈതാനത്ത് റസൂലുള്ളാഹ് നടത്തിയ പ്രഭാഷണം ഇന്ന് തങ്കലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലോകത്തൊരു ആചാര്യനും ഒരു മതപണ്ഡിതനും ഒരു തത്വശാസ്ത്രജ്ഞനും പറയാൻ കഴിയാത്ത ഏറ്റവും ഉദാത്തമായ സന്ദേശം. അലാ ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ ബൈനക്കും കഹുർമത്തിഹി എന്ന് റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? നിങ്ങളുടെ രക്തം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത് അത് നിങ്ങൾക്കിടയിൽ പരസ്പരം പവിത്രമാണ്. കഹുർമത്തി ഹാദൽ യൗമിൽ അളീം, ഈ ദിവസത്തിന്റെ പവിത്രത, അതുപോലെ ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ സ്ഥലത്തിന്റെ നാടിന്റെ പവിത്രത പോലെ നിങ്ങൾക്കിടയിൽ അഭിമാനം, സമ്പത്ത് ഇതെല്ലാം പവിത്രമായി സൂക്ഷിക്കണം. മുസ്ലിമീങ്ങൾ പരസ്പരം തമ്മിലടിക്കാൻ പാടില്ല, മനുഷ്യർ തമ്മിൽ കലഹിക്കാൻ പാടില്ല, യുദ്ധം പാടില്ല, കലാപങ്ങൾ പാടില്ല, അക്രമം പാടില്ല, സ്നേഹത്തോടെ ജീവിക്കണമെന്ന ഉദാത്തമായ സന്ദേശം സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ പണ്ട് പത്രം വായിക്കണം എന്തിനാ? മറ്റൊരാളെ കളിയാക്കി.
ഒരു വീഡിയോ ചെയ്ത് വീഡിയോ ഇറക്കണം എന്തിനാ? മറ്റൊരാളുടെ അഭിമാനത്തെ പറിച്ചു ചെയ്താണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണം നടത്തി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഇറങ്ങിയിട്ട് ആദം നബി ഹവ്വാവെ ഒരുമിച്ച് കണ്ടുകൂടി. എന്നിട്ട് ആ മലന്റെ മുകളിൽ കയറി രണ്ടുപേർ അല്ലാഹുവിനോട് തൗബ ചെയ്തു. റബ്ബനാ ദലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. എന്താപ്പോ? കുറ്റബോധം, പാശ്ചാത്താപം. ആ പാശ്ചാത്താപം ആ രണ്ടുപേരും നടത്തിയിട്ട് ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ച പർവ്വതത്തിന്റെ പേരാണ് ജബലുർ റഹ്മ, കാരുണ്യത്തിന്റെ മല. അവിടെ ആ രണ്ടുപേരുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു. മാത്രമല്ല ഇത് അറഫയാണ്. അറഫ എന്താ? ഹജ്ജാണ്. അൽ ഹജ്ജു ദുൽഹജ്ജ് 9 അന്ന് അറഫ മൈതാനിയില് എല്ലാ ആളുകളെയും എത്തി. ഹറമില് പരിസരത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും മാനസിക രോഗമുള്ള ആളുകളെ എത്തിക്കൂല. ബോധമുണ്ടോ എങ്കിൽ ഇവിടുത്തെ മുത്തവീഫ് ആംബുലൻസിലെ മറ്റൊക്കെ കയറ്റിയിട്ട് ദുൽഹജ്ജ് 9 അന്ന് ഇവിടെ കുറച്ചു നേരം നിർത്തും. ഒന്നിരിക്കെ, ഒന്ന് കിടക്കെ, ഒരല്പനേരം ഈ അറഫ എന്ന് പറയുന്ന വിശാലമായ ബോർഡറിൽ പെടണം. നമ്മളിങ്ങനെ വരുന്ന സമയത്ത് മസ്ജിദ് നബിറ എന്ന് പറയുന്ന ഒരു പള്ളി കണ്ടു. ആ പള്ളിയിൽ ആളുകൾ അറഫയുടെ സംഗമത്തിന്റെ ദിവസം ഒരുമിച്ച് കൂടും. പക്ഷെ ആ പള്ളിയുടെ 1/4 ഭാഗം മാത്രമേ അറഫയിൽ പെടുന്നുള്ളൂ. ശരിക്കും ശ്രദ്ധിക്കണം, കുറച്ച് ഭാഗം അറഫയിൽ പെടാത്തതാണ്. കൃത്യമായ ബോർഡ് അവിടെ ഉണ്ട്. അത് നോക്കിയിട്ട് ആ പള്ളി പോയി ഇരിക്കാൻ പറ്റുള്ളൂ. ആ ദുൽഹജ്ജ് 9 അറഫയിൽ പെടാത്ത ഭാഗത്താണ് നമ്മൾ ഇരുന്നതെങ്കിൽ അയാൾക്ക് ഹജ്ജ് ഇല്ല. ഹജ്ജിന്റെ ദിവസം ദുൽഹജ്ജ് 9 മുത്തവീഫ് ബോധമുണ്ടോ എന്നാ നോക്കുന്നത്. ആളുകൾ ഇവിടെ എത്തിച്ച് ഇവിടെ കുറച്ചു നേരം നിന്നാൽ അവന് ഹജ്ജ് ലഭിച്ചു. അൽ ഹജ്ജു അറഫ സയ്യിദുനാ റസൂലുള്ളാഹ്. മറ്റൊരു ചരിത്രം ഇതിന്റെ പിന്നിലുള്ളത് മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം 5000 ദൈവങ്ങളെ പ്രതിഷ്ഠിച്ച ബാബിലോണിയയിൽ നിന്നാണ് കടന്നു വരുന്നത്. 5000 ദൈവങ്ങളെ പ്രതിഷ്ഠിച്ച കാലഘട്ടം. അവിടെ നിന്ന് അനവധി പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ ഖലീലുല്ലാഹ് അവസാന ഘട്ടത്തിൽ ഒരു കുഞ്ഞുണ്ടായി, സയ്യിദുനാ ഇസ്മായിൽ. ആ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയുമായി ഹാജറ ബീവിയെയുമായി അവിടെ നിന്ന് ഫലസ്തീനിലൂടെ, ജോർദാനിലൂടെ, അമ്മാനിലൂടെ മക്കയിലെത്തി. മക്കയിലെ കാബാലയത്തിന്റെ തിരുമുറ്റത്ത് ആ കുടുംബത്തെ ഉപേക്ഷിച്ച് വീണ്ടും നടക്കുന്നു 5000 കിലോമീറ്റർ. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും വന്നു നോക്കുമ്പോ കാബാലയത്തിന്റെ തിരുമുറ്റത്ത് പൊന്നുസ്മായിൽ കാലിട്ടടിച്ച സ്ഥലത്ത് സംസം, അങ്ങനെ സംസം ഉറവെടുത്തു. വലിയ ചരിത്രമല്ലേ? അവസാനം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിന് 14-13 വയസ്സ്. ആ പ്രായപൂർത്തി, ആ സമയമെത്തിയതായ സമയം. ആ സമയത്ത് പൊന്നുസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബലിയറുക്കാനുള്ള പരീക്ഷണങ്ങൾ, തീക്ഷ്ണമായ കഠിനമായ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകനാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. പ്പോ മകൻ അത് ഏറ്റെടുക്കുക. നമ്മളാരെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് വാപ്പ പറയാ, മോൻ അന്ന് രാവിലെ അറുക്കെന്ന് പറഞ്ഞാല് തലേന്ന് തന്നെ വാപ്പന്റെ കീശയിൽ നിന്ന് പേസ് മോഷ്ടിച്ചിട്ട് ഈ മോൻ പോകും, എവിടെയെങ്കിലും കടന്നു കളയും. അറഫയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന സ്ഥലമാണ്. ഇൻഷാല്ലാ ഞങ്ങൾക്കൊക്കെ ഉംറ ചെയ്തതുപോലെ തന്നെ ഹജ്ജിനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത് അറഫ മല. അറഫ സംഗമത്തിന് ഹാജിമാരൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. വളരെ വിശാലമായി കിടക്കുന്ന ഒരു പ്രദേശം. ഫോട്ടോ എടുക്കണോ? മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ രണ്ടാമതൊരു ഹറം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹറം പള്ളി, മക്കയിലെ പള്ളി കഴിഞ്ഞാൽ മഷ്അറുൽ ഹറാം എന്ന് പറയുന്ന ഒരു പള്ളി ഇവിടെ കാണാനുണ്ട്. മഷ്അറുൽ ഹറാം. അടുത്ത ഭാഗത്ത് മെട്രോ സ്റ്റേഷൻ. മെട്രോ പോകണ്ടേ കേട്ടോ? ട്രെയിന് പോകുന്നുണ്ട്. അത് ഞാൻ കാണില്ലല്ലോ. പോയോ? അതാ പോണം. മെട്രോ ഹറം മെട്രോ.
ഹറം മെട്രോ എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വരുന്ന ആളുകൾക്കും ഉംറക്കാർക്കും ഒക്കെ സംവിധാനമുണ്ട്. അതുപോലെ വലത്തെ ഭാഗത്തേക്ക് നോക്കൂ, ഇതാണ് ഇവിടുത്തെ പള്ളി, മുസ്ദലിഫയിലെ പള്ളിട്ടോ. മുസ്ദലിഫയുടെ പള്ളിയുടെ പ്രത്യേകത എന്താ? അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ ഫദ്കുറുല്ലാഹ ഇൻദ മശ്അരിൽ ഹറാം. പിന്നെ നിങ്ങൾ ഈ ഹജ്ജിന് ഉംറയ്ക്കും വരുന്ന ആളുകൾ ഇവിടെ തടയപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിൽ ഓർക്കേണ്ട സ്ഥലം ആ എഴുതിച്ചെന്താക്കി മസ്ജിദ് മശ്അറുൽ ഹറാം മുസ്ദലിഫ. ഈ പള്ളിയുടെ വാതിലിപ്പം തുറക്കാൻ കിട്ടൂല. എന്നാ ഓപ്പൺ ആവുക? ഹജ്ജിന്റെ സമയത്ത്. അതിന്റെ പേര് മശ്അറുൽ ഹറാം. മുസ്ദലിഫയിലെ പള്ളിയുടെ പേര് മശ്അറുൽ ഹറാം. അവിടുന്ന് കല്ല് നമ്മളെ ഈ അതികളെ ഇവിടൊക്കെ കല്ല് കണ്ടില്ല, ഈ ചെറിയ ചെറിയ പൊടിക്കല്ലുകൾ. ഈ പൊടിക്കല്ലുകളെ 71 പെറുക്കിയിട്ട് ശുദ്ധമായ ഹജ്ജിന്റെ ദിവസം അറഫയിൽ സംഗമിച്ച് വരുന്ന മഗ്‌രിബോട് കൂടെ അറഫ സംഗമം കഴിഞ്ഞ് അവസാനിപ്പിച്ച് മുസ്ദലിഫയിൽ വന്ന് കുറച്ചേരെങ്കിലും കടന്നിറങ്ങണം. എങ്ങനെ ഹജ്ജിന്റെ ക്രമീകരണം? ഒന്നുകിൽ ഹറമിൽ നിന്ന് ഇഹ്റാം ചെയ്യും, അല്ലെ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യും. എന്നിട്ട് എവിടെ വരുന്നു? മിനയിലെ ടെന്റ് നിങ്ങൾക്ക് കാണാം. അവിടെ ഒന്ന് താമസം. ദുൽഹജ്ജ് 6, 7, 8 വരെ ടെന്റില. കേൾക്കണേ, ശരിക്കും മനസ്സിലാക്കണം. ദുൽഹജ്ജ് 6, 7, 8 വരെ എവിടെയാണ്? ഒരു വല്ലാത്ത ലോകമാണ്. നമ്മൾ AC സംവിധാനം ഒന്നും അവിടെ പ്രതീക്ഷിക്കണ്ട, സുഖമൊന്നും പ്രതീക്ഷിക്കണ്ട. അങ്ങനത്തെ സ്ഥലത്താണ് 10, 40, 50 ആളുകൾ ഒരു കൂട്ടിൽ നിന്ന് വന്ന് കിടക്കുന്നത്. അവിടുന്ന് ദുൽഹജ്ജ് 9 ദിവസമാണ് മസ്ജിദുൻ നമീർ അറഫയിലേക്ക് അവർ വരുന്നത്. അവിടുന്ന് ലോഹർ നിസ്കരിച്ച് ഉച്ചയോടുകൂടെ ട്രെയിൻ ഒന്നോട് നോക്കിയാല് നമ്മളെ ഹറം മെട്രോ കരിമി ഓർമ്മ പോട്ടും. നമ്മളെ ഹറം മെട്രോ ടെസ്റ്റ് ഡ്രൈവ് ആണ്. എത്ര മാസം ഹജ്ജിന്റെ മുന്നോടിയായി ടെസ്റ്റ് ഡ്രൈവ് ആണ് കാണല്ലേ. അതുവരെ 9 എവിടെ ഒരു മസ്ജിദ് നമീറ അറഫയുടെ ഭാഗങ്ങളിലെ ആളുകൾ വരും. ലോഹർ അവിടുന്ന് നിസ്കരിക്കും. എന്നിട്ട് അറഫയിലെ സംഗമം പാൽക്കടലാണ്. ജനലക്ഷം 20 ലക്ഷം ആളാണ് ഹജ്ജിന് പങ്കെടുക്കുന്നതെങ്കിൽ അവരെല്ലാവരും അവിടെ സംഗമം. ഒരേ സമയത്ത് ലോക മുസ്ലിമീങ്ങൾ ഒരേ വേഷത്തിൽ ഒരേ മന്ത്രത്തിൽ ഒരുമിച്ച് കൂടുന്ന സമത്വത്തിന്റെ സന്ദേശമാണ് ഹജ്ജ്. ഇതാണ് സമത്വത്തിന്റെ സന്ദേശമാണ് ഹജ്ജ്. അവിടെ നിന്ന് ദുൽഹജ്ജ് 9 അറഫ സംഗമം മഗ്‌രിബോട് കൂടി ചെയ്യും. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ആജിമാര് വരാൻ തുടങ്ങും. സൗകര്യം പോലെ നടന്നിട്ടും വാഹനത്തിലൊക്കെ വന്നിട്ട് ഈ മുസ്ദലിഫ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഉറങ്ങണം. കുറച്ചേരെങ്കിലും ഉറങ്ങണം. ഇതാണ് മെട്രോ സ്റ്റേഷൻ. അടുത്ത ഭാഗത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇനി അതാണ് ടെന്റുകൾ. മുസ്ദലിഫയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ടെന്റുകളുണ്ട്. അതാണ് ഈ ടെന്റ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ ടെന്റിന്റെ പ്രത്യേകത എന്താ പറയാ? പണ്ട് ഈ ടെന്റിൽ കിടന്നിറങ്ങിയ ആളുകൾ തീ പിടിച്ച് വെന്ത് മരിച്ചു, ആയിരക്കണക്കായ ആളുകൾ. പിന്നെ സൗദി ഗവൺമെന്റ് ഇതുപോലത്തെ ടെന്റ് പരീക്ഷിച്ചു. പെട്രോള്, മണ്ണെണ്ണ, ഡീസലൊക്കെ എടുത്ത് കത്തിച്ചു. ജർമ്മൻ നിർമ്മാണത്തിലുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഈ ടെന്റില് പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കത്തിച്ചിട്ട് കത്താത്ത സാധനമാണ്. പെട്രോൾ ഒഴിച്ച് പരീക്ഷിച്ച് ഇത് കത്താത്ത ടെന്റുകളാണ്. ഈ ടെന്റുകളിലാണ് ഇന്ന് ഹാജിമാര് വന്നിട്ട് മക്കത്തെ റൂമില്, നല്ല എയർ കണ്ടീഷൻ റൂമില്, എയർ ക്ലാസ് റൂമിൽ വന്ന് കിടന്നിറങ്ങുന്ന നമ്മൾ മനസ്സിലാക്കണം. ഹജ്ജിന് വന്നാൽ നമ്മൾ കിടന്നിറങ്ങേണ്ടി എവിടെയാണ്? ഉറങ്ങല്ലേ? ഈ കൂടാരത്തിൽ 40 ആള്, ചെറിയ ബെഡ്, ചെറിയ ഷീറ്റ്, ബെഡ്ഷീറ്റ് ഇതൊക്കെ ഉണ്ടാവും. VIP വലത്തെ ഭാഗത്തോ ഈ കമ്പി വേലികൾക്കുള്ളിൽ ഈ പരിസരത്ത് വെച്ചുകൊണ്ടതാണ് ഈ ഭാഗത്താണ്. ടെന്റില്ലാത്ത ഈ ഒഴിഞ്ഞ സ്ഥലത്താണ് അബാബീൽ പക്ഷികളെ അല്ലാഹു തആല ചെറിയ കൂര, അടക്ക, കിളികളെ കൊണ്ട് ചുട്ടുപോയിട്ട് ചുടുവന്നെ കളിക്കുക. മിന സ്റ്റാർട്ടിങ്, മിന ആരംഭിച്ചു. അപ്പൊ ഏതാ കഴിഞ്ഞ? അറഫ, മുസ്ദലിഫ, ഇനി മിനയിലേക്ക് കിടക്കാം കേട്ടോ. ഒക്കെ ഓർഡറാണ്. മിനയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അബാബീൽ പക്ഷികളെ എറിഞ്ഞോടിച്ച ആയത്ത് സൂറത്ത് നോദിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീലിൻ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീലിൻ ഫജഅലഹും കഅസ്ഫിൻ മൗകൂൽ. എന്താ ഇതിന്റെ അർത്ഥം? ഫജഅലഹും കഅസ്ഫിൻ മൗകൂൽ. അവർ ചവച്ചിറക്കപ്പെട്ട വൈക്കോല് പോലെ ആയി. അത്രയും വലിയ ഇതിലാണ് ഇവരുടെ പരീക്ഷ. ആ സ്ഥലമാണത്. ഇനി നോക്കുക, ഒരു സംഭവം, ഒരു അത്ഭുത സംഭവം നടന്ന സ്ഥലങ്ങൾക്ക് കാണാം. ഈ മിനയിലെ ടെന്റുകൾ കണ്ടിങ്ങനെ പോകുമ്പോ ഒരു അതിപുരാതനമായ സ്മാരകത അവിടെ കാണാം. നോക്കൂ, അടുത്ത ഭാഗത്ത് ഈ മലഞ്ചെരുവ്, ഇതാണ് മിനാമല. മിനയിലെ മലയുടെ താഴ്വാരത്ത് ഒരു സ്തൂപം. അടുത്ത ഭാഗത്ത് എല്ലാരും നോക്കി,
അതെ ഈ ഗ്ലാസ് കൂടെ നോക്കിയതാ പുറത്തതിനെ നോക്കി. അവിടെ ഒരു സ്തൂപം കാണുന്നുണ്ടോ, ഒരു ആർച്ച് പോലെ ഒരു ഹോൾസ് ഉള്ള ചെറിയൊരു സ്തൂപം ആ മലയുടെ താഴ്വാരത്ത് കണ്ടോ? അവിടെയാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുത്രനാകുന്ന ഇസ്മായിലിനെ ബലിയറുക്കാൻ വേണ്ടി കിടത്തിയത്. മൂർച്ചുള്ള കത്തിയായിട്ട് വാപ്പ മോനിയായിട്ട് പോയി. പരീക്ഷണമാണ്. ഒരു വാപ്പ മോനെ അറുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അറുക്കാൻ വേണ്ടി പഠിച്ചോ കൽപ്പിച്ചു. മോന് കുപ്പായിട്ട് മാറ്റി ഒരുങ്ങി കത്തിയായിട്ട് പോയി. വാപ്പ മകന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് കഴുത്ത് മുറിണില്ല. ദേഷ്യം, എന്താ മുറിയാത്തത്, പരീക്ഷണം നടക്കില്ലേ? അപ്പൊ നോക്കുമ്പോ ദേഷ്യം ഒരു പാറക്കല്ലിന് ഒരു വെട്ടുകൊടുത്തു. അപ്പൊ കത്തിന്റെ മൂർച്ചയില്ലായിട്ടല്ല, പാറെന്തായി, രണ്ട് പീസായി. അള്ളാഹുത്താല ഉടനെ അറിയിച്ചു, ഇബ്രാഹിം ഇതൊരു പരീക്ഷണമാണ്. നിങ്ങൾ ആരെ അറുക്കാൻ പാടില്ല, ഇസ്മായിലിനെ അറുക്കാൻ പാടില്ല. പകരം നിങ്ങൾക്ക് ഒരു ആടിനെ തരാം. ആ ആടിനെ പിടിച്ച് അറുത്തോണ്ട് ജിബിരിയിലെ സ്വർഗത്തിൽ ഒരു ആടിനെ കൊണ്ടുവന്ന് അറുത്ത സ്ഥലമാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരീക്ഷണത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലത്തൂടെ സയ്യിദുനാ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം ആ പരീക്ഷണം സ്വീകരിച്ച സ്ഥലമാണ്. ഒരു വാപ്പി മോനിൽ പ്രവാചകനാണ് എന്നത് കൃത്യമായി തെളിയിക്കപ്പെടുന്ന സംഭവമാണത്. ഒരു വാപ്പ മോനോട് പറയാണ്, മോനെ എന്നെ അറക്കണം. മകൻ പറയാ, വാപ്പേ എന്താ അള്ള കൽപ്പിച്ചത്, അത് നിങ്ങളാണ് ചെയ്തോളൂ എന്നൊരു ചെറിയ കുട്ടിക്ക് പറയണമെങ്കിൽ ആ കുട്ടിയുടെ നിശ്ചയദാർഢ്യം എന്താണ്, അവരൊക്കെ ഈമാനിന്റെ കരുത്തെന്താണ്? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന വാപ്പന്റെ ഒരു അവസ്ഥകൾ ആലോചിച്ചു നോക്കൂ. അങ്ങനെയുള്ള ഒരു സംഭവം നടന്ന സ്ഥലത്തൂടെ കടന്നു പോകുമ്പോ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉള്ളിലൊതുക്കുന്ന മനസ്സിലൊതുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹജ്ജിലെത്തിയാൽ അവർക്ക് താമസിക്കാനുള്ള ചെറിയ ചെറിയ കൂരകളാണ് നിങ്ങൾ കാണുന്നത്. ആയിരക്കണക്കായ പതിനായിരക്കണക്കായ ടെന്റുകളുടെ ലോകത്തേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഇസ്ലാമിലെ ലോകത്തെ വലിയ വലിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ജംറാത്തുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കാണുന്ന വലിയ കെട്ടിടമാണ് ഒരു റൗണ്ട് ബോട്ട്. അതാ ഒരു വെള്ള റൗണ്ട് ബോട്ട് അവിടെ കാണുന്നത്. എങ്ങനെ കണ്ടോട്ട് പോട്ടു ഒരു പള്ളിന്റെ അടുത്തോട്ട് നമ്മൾ പോകുന്നത്, ഒരു പള്ളിന്റെ അടുത്ത് പോകും. അത് മിനയിലെ പള്ളിയാണ്. മിനയിലെ പള്ളി എല്ലാരും നോക്കിക്കോട്ടെ, മിനയിലെ ഈ പള്ളി. അപ്പൊ 3 പള്ളി നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് അറഫ, രണ്ടാമത്തെ മുസ്തലിഫ, മൂന്നാമത്തേത് മിനയിലെ ഈ പള്ളി. ആ മിനാരമുള്ള 4 മിനാരമുള്ള ഈ ഒരു പള്ളിയിൽ 70 പ്രവാചകന്മാർ നിസ്കരിച്ചിട്ടുണ്ട്. പല പ്രവാചകന്മാരുടെ ഖബർ ഇവിടെയാണ്. സയ്യിദുനാ മൂസ കരീം അലൈഹിസ്സലാം അവർ നിസ്കരിച്ച പള്ളിയാണ് ഈ അടുത്ത ഭാഗത്ത് ഈ കാണുന്നത്. അടുത്ത ഭാഗത്ത് മസ്ജിദുൽ ഖൈഫ്, മസ്ജിദുൽ ഖൈഫ് എന്നാണ് ഈ പള്ളിന്റെ പേര്. എന്താണ്? അങ്ങോട്ട് നോക്കുക, വലിയ കെട്ടിടം, അങ്ങനെ വിശാലമായ വലിയ കെട്ടിടം. ഒരു വെള്ളക്കെട്ട് എടുത്ത് കണ്ടു, വെള്ളക്കെട്ടും നേരെ അങ്ങോട്ട് നോക്കും. ഒരു വെള്ള റൗണ്ട് ബോട്ട് കണ്ടോ, ആ ഒരു പന്തല് പോലെ. അതാണ് ജംറാത്തുകൾ. ജംറ എന്താ പറയുക, കല്ലെറിയുന്ന സ്ഥലം, ശൈത്താനെ എറിഞ്ഞു കൊടുക്കുന്ന സ്ഥലമാണ്. ഹജ്ജിന് വന്നു കഴിഞ്ഞാല് അറഫും മിനയൊക്കെ കഴിഞ്ഞാല് അയ്യാമു യൗമുൻ നെഹറില് ബലിപെരുന്നാളിന്റെ അന്ന് നമ്മള് വലിയൊരുന്നാളിന് എന്താ ചെയ്യാ, പെരുന്നാൾ ആഘോഷിക്കും. ഇവരെന്താ ചെയ്യാ, കല്ലെറിയും. മുസ്തലിഫയിൽ നിന്ന് 71 കല്ല് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ എറിയാൻ തുടങ്ങും. യൗമുൻ നെഹ്റു ബലിപെരുന്നാളിന്റെ പിറ്റേന്ന് ഈ വലത്തെ ഭാഗത്ത് ടെന്റിന്റെ ഒരു ലോകം, വലത്തെ ഭാഗത്ത് ആയിരക്കണക്കായ ടെന്റുകളുടെ ലോകം. ടെന്റ് വലിച്ചിട്ട് പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അങ്ങോട്ട് റെഡ് കൊട്ടാരം കണ്ടത്, റെഡ് ഭാഗത്ത് അത് ആളുകൾ ഉപയോഗിക്കാതെ ഇങ്ങനെ പുറത്തങ്ങനെ കിടക്കുകയാണ്. കാരണം മുമ്പ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തോടുകൂടെ ഒരു ഗ്രീൻ കാറ്റഗറിയുള്ള ആളുകൾക്ക് VIP വേണ്ടി താമസിക്കുക, അവർക്ക് ടെന്റ് കൂടേണ്ട വില ഈ കൂടിയിട്ട് 3/4 കൊടുത്താൽ മതി അവർ ഉണ്ടാക്കിയതാണ്. അപ്പൊ ലോക ആലിമീങ്ങൾ ഒരുമിച്ച് കൂടി തീരുമാനിച്ചു, ഇവിടെ എല്ലാരും കുറെ ആളുകൾ മരിച്ച സ്ഥലം. ഹജ്ജിന്റെ സമയത്ത് ആളുകൾ തിങ്ങിക്കൂടിയപ്പോ ശ്വാസം മുട്ടിയപ്പോ മരിച്ച സ്ഥലമാണ്. തേർഡ് കാറ്റഗറി മിനയിൽ കുറച്ച് ആളുകൾ അവിടെ താമസപ്പെട്ടു. അപ്പൊ മിനയിലെ ടെന്റുകൾ കണ്ടു. എന്തൊക്കെ നമ്മൾ കണ്ടത്? മിനയിലെ ടെന്റുകൾ, അറഫയിലെ പള്ളി, മുസ്തലിഫയിലെ പള്ളി, പിന്നെ മിനയിലെ പള്ളി, പിന്നെ ജംറാത്തുകളും ടെന്റുകളും. ഇബ്രാഹിം നബി മകനെ അറുക്കാൻ വേണ്ടി കടത്തിയ സ്ഥലം. അബാബിൽ പക്ഷികളെ കല്ലെറിഞ്ഞിട്ട് അബ്രാത്ത് രാജാവിനെ നിലം പരിശാക്കിയ സ്ഥലം ഒക്കെ നമ്മൾ കത്തുന്നു. ഇനി നമ്മൾ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹ്
അവിടുന്ന് ഉംറ ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഒരു സലാത്തുൽ ചൊല്ലിയാണ് സല്ലല്ലാഹു. അതാണ് ആഖിറു മിന, മിനയുടെ അവസാന ഭാഗം. ബാക്കിയുള്ള ടെന്റ് ഇത് ലാസ്റ്റ് കാറ്റഗറിയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുനൈൻ യുദ്ധത്തിൽ 1500 സഹാബത്തുണ്ട്. അവർ ഒന്നിച്ച് റസൂലുള്ളാഹി ക്യാമ്പ് ചെയ്തത് ഇവിടെയായിരുന്നു. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഹറമിൽ പ്രവേശിക്കാൻ എല്ലാവരും ഉംറ ചെയ്യണമെന്ന് റസൂലുള്ളാഹി. അങ്ങനെ നബി തങ്ങൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു. അന്ന് വെള്ളമില്ലാത്ത ഘട്ടം വന്നപ്പോൾ റസൂലുള്ളാഹി അവരെ കൊണ്ടുപോയി ഒരു പാറപ്പുറത്ത് കൈവച്ചു. അവിടെ വെള്ളം നിർക്കളിച്ചു. അതാണ് ബിഅ്റു ജഅറാന. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ജയറാന കിണറ് കാണാം, ജയറാനത്തെ പള്ളി കാണാം. ആരംഭ റസൂലുള്ളാഹി ഇഹ്റാം ചെയ്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് മരിച്ചുപോയ നിങ്ങളെ വാപ്പയോ ഉമ്മയോ മറക്കണ്ട, വല്യമ്മയെ മറക്കണ്ട, ഇളയമ്മയെ മറക്കണ്ട, ആങ്ങളെ മറക്കണ്ട, ഭർത്താവിനെ മറക്കണ്ട, ഭാര്യനെ മറക്കണ്ട. ഏതെങ്കിലും ഒരാളെ നിങ്ങളെ നിയ്യത്തിൽ ഉൾപ്പെടുത്തിക്കോളൂ. സാധാരണ നമ്മളെല്ലാവരും വിളിച്ചിട്ട് ഓരോരുത്തർക്ക് നിയ്യത്ത് കൊടുക്കലാണ്. അതിനൊന്നും ഇപ്പോൾ ഇത്ര പോകുന്ന ആളുണ്ടാവും, നടക്കൂല. നിങ്ങൾ നിയ്യത്ത് വെച്ച് തരുമ്പോ നവൈത്തുൽ ഉംറത്താനാണ് പറയുമ്പോ നിങ്ങള് ഇന്ന് തരുന്ന ഉദ്ദേശം ആരെയാണ്? ഓരോരുത്തർക്കും അറിയല്ലോ. അവരെങ്ങോട്ട് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇല്ലാത്തവർ വിചാരിച്ചു വേണ്ട. ജീവിതത്തിൽ ഹജ്ജ് ഉംറ ചെയ്ത ഉമ്മമാർക്കും വാപ്പാർക്കും നമ്മൾ ചെയ്യേണ്ട കടമ പങ്കെടുത്ത ആളുകൾ പിന്നീട് മരണപ്പെട്ടത് ഇവിടുന്നാണ്. കുറച്ചാളുകൾ ത്വായിഫിലുണ്ട്, ഒരാൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കാർക്കും പറയാൻ പറ്റുമോ? ബദർ യുദ്ധത്തിൽ ആരെങ്കിലും അങ്ങോട്ട് സിയാറത്തിന് പോയി പോയിട്ടുണ്ട്. പാറപ്പള്ളിയിൽ ഒരു വലിയ മഹാൻ കിടക്കുന്നുണ്ട്. പറ്റത്തില്ലേ? 4ാമത്തെ ഉംറക്കുള്ള മീഖാത്തിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ വെച്ച് ഇഹ്റാം കെട്ടിയിട്ട് ഈ പള്ളിയിൽ സമീപത്ത് വെച്ചിട്ടാണ് ഇഹ്റാം കെട്ടാൻ പോകുന്നത്. നമ്മളെ ഹാജിമാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ദുഹാ നിസ്കാരം കഴിഞ്ഞ് ഇഹ്റാമിൻ്റെ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം നേരെ പരിശുദ്ധമായിട്ടുള്ള ഹറമിലേക്ക് പോകും. ഇവിടെ വന്നൊരു ഉംറ ചെയ്യുന്ന ആൾക്ക് ഹജ്ജിൻ്റെ കൂലിയുണ്ട്. ഇപ്പോഴല്ല, സാധാരണ ഇവിടെ വന്ന് ഉംറ ചെയ്താൽ തന്നെ എന്തിൻ്റെ കൂലിയുണ്ട്? ഹജ്ജിൻ്റെ കൂലിയുണ്ട്. അല്ലാഹു നൽകുമാറാകട്ടെ. റമളാൻ മാസത്തിൽ ഉംറ ചെയ്യുന്നതിന് എന്താ കൂലി? അപ്പോൾ ഇന്ന് ഉംറ ചെയ്താൽ എത്ര ഹജ്ജിൻ്റെ കൂലിയുണ്ട്? എത്ര ഹജ്ജിൻ്റെ? 2 ഹജ്ജിൻ്റെ കൂലിയുണ്ട്. അല്ലാഹു നൽകുമാറാകട്ടെ. ഇത്തിരി വെയിലും കൂടെ കൊണ്ടായി ഇത്തിരി കൂടെ പ്രതിഫലം കൂടും. കൂടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. 300ഓളം പ്രവാചകന്മാർ ഇവിടെ വന്ന് ഇഹ്റാം കെട്ടിയിട്ടുണ്ട്. എത്ര പ്രവാചകന്മാർ? 300ഓളം വരുന്ന പ്രവാചകന്മാർ ഇവിടെ വന്ന് ഇഹ്റാം കെട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബുധനാഴ്ച ദിവസം നബിതങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോൾ ഇന്നത്തെ ദിവസം ഏതാ? ബുധനാഴ്ച. അപ്പം നബിതങ്ങൾ ബുധനാഴ്ച ഇവിടെ വന്ന് ഇഹ്റാം കെട്ടിയ ദിവസമാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രതിഫലം? ഹജ്ജിൻ്റെ കൂലി. 300 പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. നബിതങ്ങൾ ഇവിടെ ഇഹ്റാം കെട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പിന്നെ ജീറാന എന്ന പേര് വരാനുള്ള കാരണം സൂറത്തുൽ നഹ്ൽ അള്ളാഹിൻ്റെ പ്രസിദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരു പെണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പെണ്ണ് വസ്ത്രം ഇങ്ങനെ നെയ്തുണ്ടാക്കും, നശിപ്പിച്ച് കളയും. ഒരു ഭ്രാന്തി പെണ്ണുണ്ട്. അവളെപ്പോലെ ആകരുതെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പെണ്ണിൻ്റെ പേര് ഖുർആനിൽ പറയുന്ന വേറെ പേരാ. ആ പെണ്ണിൻ്റെ റൈത്ത എന്നാണ് ആ പെണ്ണിൻ്റെ പേര് ഖുർആനിൽ പറയുന്നത്. പക്ഷെ ആ പെണ്ണിൻ്റെ വിളിപ്പേര്, അവരുടെ സ്ഥാനപ്പേര്, അവരുടെ നാടിൻ്റെ പേര് ജീറാന എന്നാണ്. അപ്പം ഈ നാടിൻ്റെ പേരെന്താ? അതുകൊണ്ടാണ് ജീറാന എന്ന് ആ പെണ്ണിനെ അറിയപ്പെട്ടതുകൊണ്ട്. നമ്മുടെ നാട്ടിൽ നാറാണത്തവരാന്ത എന്നൊരാളില്ലേ? ഏത് നാട്ടുകാരനാ? അറിയത്തില്ല, പക്ഷെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടുകാരനാ? ചങ്ങാതി പാറ ഉരുട്ടി മോടി കയറ്റും, വെള്ളി തറയിലിടും. അപ്പം അതുപോലത്തെ ഒരു പെണ്ണാണ് ആര്? തൈറ എന്ന് പറയുന്ന പെണ്ണ്. ആ പെണ്ണിൻ്റെ
സ്ഥാനപ്പേരും നാട്ടുപേരും വിളിപ്പേരൊക്കെ അങ്ങനെ ആയി ഇത് ജീറാന എന്നറിയപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാ നമുക്കിപ്പോൾ ജീറാനല്ല വിഷയം, പള്ളിയാണ്, മീഖാത്താണ് വിഷയം. ഇവിടെ അൽഹംദുലില്ലാ ഉംറ ചെയ്താൽ ഹജ്ജിൻ്റെ കൂലി 2 നിബിധങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ പ്രതിഫലം നൽകുമാറാകട്ടെ, ആ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാവരും റെഡിയല്ലേ? ഇനി അപ്പം എങ്ങനെ സ്വന്തമാണോ? ഇവിടെ അവസാന വണ്ടി വന്നവർ അവർക്ക് വേണ്ടിയും നിങ്ങളെന്തിനും ഒരുപാട് ഉംറ ചെയ്തുകൊണ്ട് ആരാണ് അപ്പം നിയ്യത്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ പറയാം നവൈത്തു ചെയ്യില്ലേപ്പാ നവൈത്തു തവാഫൽ ഉംറത്തി. അപ്പം നമ്മളല്ലെങ്കിൽ നമ്മൾ നിയ്യത്തുണ്ട്, നമ്മളിവിടെ നിയ്യത്ത് ചെയ്യുമ്പോൾ എങ്ങനെ ഉംറയുടെ നവൈത്തുൽ ഉംറത്ത വഹറംതു ബിഹ. അപ്പം നമ്മളങ്ങനെ നിൽക്കുമ്പോൾ ബിഹ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടിയല്ലേ ഞാൻ നിയ്യത്ത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ, വാപ്പയ്ക്കാണോ ഉമ്മയ്ക്കാണോ ആർക്കാണോ അവരെ മനസ്സിൽ കരുതുക. ഞാൻ പടച്ചവനെ എൻ്റെ ഉപ്പായ്ക്ക് വേണ്ടി ഒരു ഉംറ ചെയ്യാൻ ഇഹ്റാം കിട്ടും. അപ്പം നിയ്യത്തത് അങ്ങനെ ആകാം. പക്ഷെ ചെയ്യേണ്ട കാര്യം ആ മരിച്ചുപോയ ആൾക്ക് വേണ്ടി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിയ്യത്ത് ചെയ്യരുത്, ആ നഷ്ടക്കച്ചവടം. നിങ്ങളുടെ ഉമ്മ ചെയ്തിട്ടുണ്ടോ? ഉമ്മയ്ക്ക് വേണ്ടി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം ചെയ്യാം. 2 പറ്റും. ഒരു വണ്ടി വന്ന് അതടുത്ത് ചെയ്യാം. സ്വന്തം കാര്യം ചെയ്യാതെ പറ്റുമോ? ഇന്നലത്തെ ഉംറ ശരിയായെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഞാൻ സ്വന്തം 5 വേണേലും ചെയ്യാം. ഷെയറുഷ വന്നോ? من الشيطان الرجيم. بسم الله الرحمن الرحيم. نويت العمرة أحرمت بها لله تعالى لبيك اللهم بعمرة لبيك الله تعالى ഞാൻ ഉംറയെ കരുതി ഇഹ്റാം ചെയ്തു. ലബൈക അല്ലാഹുമ്മ ലബൈക ലാ ശരീക ലക ലബൈക ഇന്നൽ ഹംദ വൻ നിഅമത വൽ മുൽക ലക ലാ ശരീക ലക ലബൈക അല്ലാഹുമ്മ ലബൈക ലാ ശരീക ലക ലബൈക ലാ ശരീക ലക ലബൈക ഇന്നൽ ഹംദ വൻ നിഅമത വൽ മുൽക ലാ ശരീക ലക. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കുളിപ്പിച്ച, അവിടുന്ന് ഒതുവെടുക്കാൻ വെള്ളമെടുത്ത, അവിടുത്തെ മധുരം പുരട്ടിയ ഒരു കിണറുണ്ട്. വേറൊരു ഗർസ എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കൃത്യമായി വായിക്കാൻ കഴിയും. ആ കിണർ ഇന്ന് പണ്ട് അടക്കപ്പെട്ടതായിരുന്നു. ഇന്നത് പുനർജനിപ്പിച്ച് സൗദി ഗവൺമെൻറ് ബറക്കത്തായിട്ട് ഉപയോഗിക്കണമെന്നാണ്. എല്ലാവരും കന്നാസിലും കുമ്മിയിലൊക്കെ കോരിക്കൊണ്ടുവന്നു. ഉയർത്ത വെള്ളം മദീനത്തെ വേറൊരു ഗർസയിലെ അള്ളാഹു ഈ സ്ഥലത്തിൻ്റെ ബർക്കത്ത് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 15 ദിവസം ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നാണ്. ഇവിടെ ഇതിനോട് തൊട്ട സമീപത്തായിട്ടൊരു കിണറുണ്ട്. നിലക്കാത്ത വെള്ളമാണ് ഇപ്പോഴും, ഈ മരുഭൂമിയാണെങ്കിൽ പോലും. അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്പർശനം ഏറ്റിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഇതൊരു കിണറാണ്. ഇവിടുത്തെ വെള്ളം ഇപ്പോഴും നിലക്കാത്ത വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറയുന്നവനും സലാം അടക്കുന്നവനും അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പറഞ്ഞു. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇല്ല അല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ആമീൻ നമ്മുടെ ചെയ്ത എല്ലാ സിയാറത്തുകളും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ആമീൻ അതിന്റെ പരിപൂർണ്ണ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വലിയ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഈ ഭൂമിയിൽ കടന്നു വരികയും നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ സിയാറത്ത് ചെയ്യുകയും ചെയ്തു. അതിന്റെ മഹത്വങ്ങളെ കുറിച്ച് ബഹുമാനിയായ ഉസ്താദന്മാരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും. അൽഹംദുലില്ലാഹ്. നമ്മൾ ആദ്യമായിട്ട് കടന്നുപോയത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഇരുന്ന ആ ഗുഹ. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് നമ്മൾ അവിടെ നിന്ന് നമ്മൾ അറഫയിലേക്ക് പോയി. മുസ്തലിഫ, അതുപോലെ തന്നെ മിന, ജംറ, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ഇറക്കാൻ കൊണ്ടുപോയ സ്ഥലം, അതുപോലെ തന്നെ 3 മസ്ജിദുകൾ കണ്ട്. മസ്ജിദുൽ നമീറ, മസ്ജിദ് മസ്അറുൽ ഹറാം, ഖുർആൻ പറഞ്ഞ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു. പിന്നെ നമ്മള് ഇനിയിപ്പോ നമുക്ക് കാണാനൊരു സ്ഥലം മാത്രം ബാക്കിയുള്ളൂ, ജബലുന്നൂർ. അത് തിരിച്ചു പോകുന്ന വഴിയിൽ ഇൻഷാ അല്ലാഹ് ജബലുന്നൂർ വണ്ടിയിലിരുന്ന് കാണാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നാളെ രാത്രി വന്ന് കയറാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വന്ന് കയറാനുള്ളവരൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ തായിഫിലേക്ക് ഇൻഷാ അല്ലാഹ് നാളെ സുബഹി നിസ്കാരം ഇടയത്താഴം കഴിച്ച ഉടനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും നാളെ തായിഫിലേക്ക് പോകും. മറ്റുള്ള ടീം അവർ ഇൻഷാ അല്ലാഹ് നാളെ ആയിഷ പള്ളി പോയി ഇഹ്റാം കെട്ടി 3ാമത്തെ ഉംറ അവരും ചെയ്യും. നിങ്ങൾ എത്രാമത്തെ ഉംറയാ? ഇന്നത്തെ കഴിഞ്ഞാൽ നാളെ ഇന്ന് 4 ഇന്ന് 4ാമത്തെ ഉംറ, നാളെ 5ാമത്തെ ഉംറ. വെള്ളിയാഴ്ച ദിവസം ഫ്രീ, വൈകുന്നേരം ജബലുന്നൂർ. ഞായറാഴ്ച അല്ല ശനിയാഴ്ച ഫുള്ള് ഫ്രീ. അല്ല അപ്പോ ഇതതിന്റെ തവാഫ് ഫുള്ള് ഫ്രീ ആണ് ഞായറാഴ്ച ഇൻഷാ അല്ലാഹ്. അപ്പൊ വെള്ളിയാഴ്ച രാത്രി നോമ്പ് മുറിച്ചതിന് ശേഷം ജബലുന്നൂർ കയറാനുള്ളവർ പോയി കയറിക്കണം. ഇൻഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാരും പനിയാണെങ്കിലും എന്ത് കൊരയാണെങ്കിലും ഇന്ന് എല്ലാരും 10:30 ആകുമ്പോ നമ്മുടെ 10ാം നമ്പർ 10ൽ വരണം. ഉംറയ്ക്ക് വന്നിട്ടുള്ള എല്ലാവരും 10:30 ആകുമ്പോ എവിടെ വരണം? 10ൽ വരണം, ബസ്സില്. എന്താ മരിച്ചില്ലെങ്കിൽ വന്നേക്കണം കേട്ടോ. സാധാ എനിക്ക് അതായിരുന്നു ഇതായിരുന്നു ഒന്നുമില്ല. എല്ലാരും മോളിൽ കയറി വരിക, യാസീൻ ഓതി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളും ഞാനും തമ്മിലുള്ള ബാധ്യത, നിങ്ങളെ കൊണ്ടുവന്ന 3 ഉംറ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. ഇപ്പൊ 4ാമത്തെ ഉംറ ചെയ്യാൻ പോകുന്നു. ഇപ്പൊ 4ാമത്തെ ഉംറ, നാളെ ആകുമ്പോ 5 ഉംറ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അവരിപ്പോ 2ാമത്തെ ഉംറ ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്. നാളെ ഒരു ഉംറയും കൂടെ ആകുമ്പോൾ 3 ഉംറ അവരുടെ പൂർത്തിയാകും. നിങ്ങൾ മദീനത്തൊക്കെ പോയോ? മദീനത്ത് പോയോ? ഞാൻ മദീനത്ത് പോയില്ല. അപ്പൊ എനിക്ക് മദീനയിൽ പോകണം ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ആ വണ്ടിക്കകത്ത് നിന്ന് പരിശുദ്ധമായ ഹറമിലേക്ക് ഹജ്ജിന് വരാൻ 2-3 പേര് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നിങ്ങൾക്കും നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗവൺമെന്റിൽ ഉംറയ്ക്ക് പോകണമെങ്കിൽ എത്ര രൂപ വേണം? ഹജ്ജിന് പോകണമെങ്കിൽ എത്ര രൂപ വേണം? ഈ ഗവൺമെന്റിൽ ഹജ്ജിന് പോകണമെങ്കിൽ 4.25 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ. അത് പറയുമ്പോ ഒന്നും കേൾക്കത്തില്ല, ഉറങ്ങി വീഴും. ഉള്ളവന്റെ കാര്യമല്ലേ പറഞ്ഞു. എത്ര പവൻ വിറ്റാൽ മതി? 8 പവൻ സ്വർണം വിറ്റാൽ, 10 പവൻ സ്വർണം വിറ്റാൽ നിങ്ങൾക്ക് ഹജ്ജിന് പോകാം. പ്രൈവറ്റിൽ സുഖമായിട്ട് ഇല്ലേ? സ്വന്തം മനസാക്ഷിയോട് ചോദിക്കില്ലേ? അപ്പൊ നിനക്ക് ഹജ്ജ് നിർബന്ധമാണോ? ഒരു 10 പവൻ സ്വർണം വിറ്റാൽ നിനക്ക് ഹജ്ജിന് പോകാം. ഈ വയസ്സായ നീയൊക്കെ എന്തിനാണ് ഇത് കൂട്ടി വെച്ചിരിക്കുന്നത്? ആലോചിക്കേണ്ടത് എവിടെയാ? ആർക്ക് വേണ്ടിയാ നിങ്ങൾ ജീവിക്കുന്നത്? ഭർത്താവിന് വേണ്ടിയോ? ഭർത്താവിന് വേണ്ടിയാണോ? മക്കൾക്ക് വേണ്ടിയാണോ? ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ചിരിച്ചും കളിച്ച് നടക്കണം. നിങ്ങൾക്ക് പലർക്കും പലതും അറിയില്ല. നമ്മുടെ കൂട്ടത്തിൽ ചിരിച്ചും കളിച്ച് നടക്കുന്ന പലരുടെയും സങ്കടം അറിയോ? അപ്പുറത്തെ വണ്ടിക്കകത്ത് 3 പവൻ സ്വർണം വിറ്റിട്ട ഭാര്യയും ഭർത്താവും കൂടെ ഉംറയ്ക്ക് വന്നിരിക്കുന്നു. 3-3.5 പവൻ സ്വർണം വിറ്റിട്ട് ഭാര്യയും ഭർത്താവും കൂടെ. അവരെന്റെ അടുത്ത് പറഞ്ഞെന്നറിയോ? ഇനി ഒരു വീടുണ്ട് ഉസ്താദ്, അത് വിറ്റിട്ട് എനിക്കും എന്റെ ഭർത്താവിനും കൂടെ വന്ന് ഹജ്ജ് ചെയ്യണമെന്ന്. മക്കൾക്കൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. ആകെ ഇനിയൊരു വീടുണ്ട്, ആ വീട് വിറ്റിട്ട് വന്ന് ഹജ്ജ് ചെയ്യണം എനിക്ക് എന്റെ ഭർത്താവിനും. മരിച്ചാരും ഒന്നും കൊണ്ടുപോകത്തില്ലല്ലോ. നമുക്കാണെങ്കിൽ ഉണ്ടായിട്ട് പൂഴ്ത്തി വെച്ചിരിക്കുക.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ വർഷം കഴിയും തോറും പൈസ കൂടും, നിന്റെ ആരോഗ്യം കുറയും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മനുഷ്യന്റെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉള്ള നേരത്തെ ഹജ്ജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉള്ള നേരത്തെ ഹജ്ജ് ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വർഷം തന്നെ വന്ന് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ എന്റെ മൊബൈൽ എടുത്ത് നോക്കി, അവൻ ചെയ്യണമെങ്കിൽ ആദ്യം അവൻ 6 ലക്ഷം മുടക്കി പോണം. അവന്റെ ഫർള് വീടിയതിന് ശേഷം മാത്രമേ അവന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ 6,35,000 രൂപയാണ് ഈ റാസ് ഹുദൈബിയ ഹജ്ജിന് കൊണ്ടുവരുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ട്. ഇത്തിരി പൈസ കുറച്ചു, കമ്മീഷനൊക്കെ ഒഴിവാക്കി, കമ്മീഷനൊക്കെ ലാഭമൊക്കെ ഒഴിവാക്കി 5,80,000 രൂപയ്ക്ക് ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം ഹജ്ജിന് കൊണ്ടുപോകാൻ ഞാൻ ഏറ്റിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. 8 ലക്ഷം ലാഭം, 5,80,000 6,35,000 തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? കണക്കറിയുന്ന ഒറ്റ ഒരെണ്ണമില്ലേ? 55,000 രൂപ. അത് വേണമെങ്കിൽ ആരുടെ പോക്കറ്റിൽ ഇരിക്കും? 55,000 ആരുടെ പോക്കറ്റിൽ ഇരിക്കും? ഞാൻ വിചാരിച്ച എന്റെ പോക്കറ്റിൽ ഇരിക്കും. 55,000 രൂപ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, ഒരാളിൽ നിന്ന് എനിക്ക് അതിന്റെ പകുതിയെങ്കിലും കിട്ടൂല്ലോ. പക്ഷെ അത് വേണ്ട. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഉംറ ഹജ്ജിന് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ നിയത്ത് ചെയ്യുക. നാട്ടിൽ പോയിട്ട് റമളാൻ മാസമാണ്, പഠിച്ചവനെ തള്ളയെ കൊല്ലാനാ മക്കളെ നോക്കുന്നത്. ഇതിനൊക്കെ തീർത്ത് വെച്ച് കൊണ്ടു കിട്ടണം. പതുക്കെ വെള്ളം അങ്ങോട്ട് എടുത്ത് നല്ല വിലയുണ്ട് അൽഹംദുലില്ലാഹ് കൊണ്ടുപോയി എന്നിട്ട് വിൽക്കുക. വിറ്റിട്ട് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, ഹജ്ജിന് പോകാൻ ഇരുന്ന് ഭർത്താവിനെ ഒന്നും നമ്പിയിട്ടൊരു കാര്യമില്ല. തുറന്നു വേണോ ഏത്താമാര്? തുറന്നു വേണോ? നീ മരിച്ചു പോയാ 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 10-25 ദിവസം അല്ലെങ്കിൽ 30 ദിവസമായി. നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരൻ വന്നിട്ട് പറയും, അളിയാ ഓള് പോയി, അത് പടച്ച റബ്ബിന്റെ തീരുമാനം. സമയായി, ഓള് പോയി, അത് അള്ളാഹുടെ തീരുമാനം. വലിയ പ്രായമൊന്നും ആയില്ലല്ലോ അവിടെ, പിള്ളേരൊക്കെ ഇല്ലേ? ഒരു നല്ല പെൺകൊച്ചുണ്ട്, ആലോചിക്കട്ടെ. നിന്റെ ഇക്കാടെ മറുപടി എന്താണെന്ന് നീ തന്നെ ചിന്തിക്കും. എന്തായിരിക്കും പറയാ? എന്താ പറയാ? അപ്പൊ നിങ്ങളുടെ ഭർത്താവിന്റെ മറുപടി ഞാൻ പറയാം, 40 കഴിയട്ടടാ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും 1997 ഉണ്ടായ തീപിടുത്തം, 1997 ഉണ്ടായ തീപിടുത്തത്തിൽ ആ വർഷം ഹജ്ജിന് വന്ന മജീദ് സാഹിബ് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചാലറിയാം 1997 ഉണ്ടായ തീപിടുത്തം. ആ തീപിടുത്തത്തിന് ശേഷമാണ് ഈ കാണുന്ന രൂപത്തിലുള്ള നില താഴ്വര നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉദ്ഘാടനം തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചുകൊണ്ടായിരുന്നു. പെട്രോൾ ഒഴിച്ചാൽ പോലും കത്താത്ത രൂപത്തിലുള്ള ഒരു പ്രത്യേക നേരിയ ഒരു ഷീറ്റ് കൊണ്ടാണ് മിനായിലെ ടെന്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അനവധി ഹജ്ജിന്റെ ഹാജിമാർ ഭൂരിഭാഗ സമയവും ചെലവഴിക്കുക മിനായിലാണ്. നേരത്തെ നമ്മൾ ഈ വഴി കടന്നു പോവുകയുണ്ടായി. മിനായിലെ ഏറ്റവും പ്രധാനമായ മസ്ജിദുൽ ഖൗഫ് എന്ന് പറയുന്ന പള്ളി, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഴുത്തിൽ കത്തിവെച്ച പ്രദേശം, ആ സന്ദർഭത്തിൽ പിന്തിരിപ്പിക്കാൻ വന്ന പിശാചിനെ ആട്ടിയോടിച്ചതിന്റെ ഓർമ്മകൾ ഇന്നും അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ജംറകൾ, വളരെ മനോഹരമായ മിന താഴ്വരയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കായ ടെന്റുകൾ, ഒരു ചെറിയ ടെന്റിനുള്ളിൽ 20, 25, 30 ഹാജിമാരി കഴിച്ചു കൂട്ടുന്ന ആ ഒരു ഓർമ്മ, അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെ എയർ കണ്ടീഷനുകൾ, ബാത്റൂം സംവിധാനങ്ങളോട് കൂടെ ഉള്ള ഉദയെടുക്കാനുള്ള സൗകര്യം. ചുറ്റുഭാഗവും നോക്കിയാൽ മിനായിലെ ടെന്റുകൾ കാണാൻ സാധിക്കും. വലതുവശത്തും ഇടതുവശത്തും മുന്നോട്ട് മസ്ജിദുൽ ഖുവൈത്ത് മിനായിലെ ടെന്റുകൾ ഇപ്പോൾ ശരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ബാത്റൂമുകള് എല്ലാ ഉറക്കത്തിലാണ്. എല്ലാവർക്കും ഹജ്ജിന്റെ സമയത്ത് ഇവിടെ വരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ജിബിരി